നുസുക് സ്മാർട്ട് കാർഡ് ഇല്ലാതെ ഹാജിമാർ പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കരുതെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഹജ്ജ് വേളയിൽ തീർത്ഥാടകർ കൂടുതൽ പണം കൈവശം വെക്കരുത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഹാജിമാർക്ക് വേണ്ടി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഹാജിമാർക്ക് ബോധവൽക്കരണവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആരംഭിച്ച അന്താരാഷ്ട്ര ക്യാമ്പയിൻ തുടരുകയാണ്. അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു എന്നിവയുൾപ്പെടെ പ്രധാനപ്പെട്ട 16 ഭാഷകളിലായി നിരവധി ബോധവൽക്കരണ ഗൈഡുകളും മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. guide.hajj.gov.sa എന്ന മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഗൈഡുകൾ ലഭിക്കും. ഹജ്ജ് വേളയിൽ തീർത്ഥാടകർ കൂടുതൽ പണം കൈവശം വെക്കരുതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട ഗതാഗതം, താമസം, യാത്രാ ടിക്കറ്റുകൾ, മറ്റു സേവന ചെലവുകൾ എന്നിവയ്ക്കെല്ലാമുള്ള ഫീസുകൾ അംഗീകൃത പ്ലാറ്റ്ഫോമുകളിലൂടെ ഹജ്ജിന് മുമ്പ് തന്നെ സ്വീകരിക്കുന്ന രീതിയാണ് മന്ത്രാലയം നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനാൽ ഹജ്ജ് വേളയിൽ ഒരിക്കലും തീർത്ഥാടകർക്ക് വലിയ തുകയുടെ ആവശ്യം വരില്ലെന്നും അത്യാവശ്യ ചിലവുകൾക്ക് വേണ്ട ചെറിയ തുക മാത്രമേ കൈവശം വെക്കേണ്ടതുള്ളൂവെന്നും മന്ത്രാലയം അറിയിച്ചു. നുസുക് സ്മാർട്ട് കാർഡ് ഇല്ലാതെ തീർത്ഥാടകർക്കോ തീർത്ഥാടകരുടെയും തൊഴിലാളികളുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംഘാടകർക്കോ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാനാകില്ല. അഥവാ ചട്ടം ലംഘിച്ച് ആരെങ്കിലും പ്രവേശിച്ചാൽ ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചതിന് സമാനമായ ശിക്ഷ ലഭിക്കും. നുസുക് കാർഡിന്റെ പ്രിന്റ് ചെയ്ത കോപ്പിയോ സ്മാർട്ട് ഫോണുകളിലെ ഡിജിറ്റൽ പതിപ്പോ മതിയാകുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.